അതുകൊണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കുന്നത്. ഈ ഇലകളെല്ലാം വന്ന് കാർന്ന് നിന്നുന്ന ഈ വെട്ടിലുകളാണ് കേട്ടോ, പച്ച വെട്ടിലുകളാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ഓർഗാനിക് രീതിയിൽ നമ്മൾ ചെയ്യുന്ന പച്ചക്കറി കൃഷികളും നമ്മുടെ കുറച്ച് പുതിയ കൃഷികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്ത് വരുമല്ലേ, അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ആവാമെന്ന് കരുതിയിട്ട് ഇപ്പം നമ്മൾ കുറച്ച് പുതിയ പുതിയ ഐറ്റങ്ങളും കൂടെ ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇനി നടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതെല്ലാം നമ്മളൊന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ നട്ടിരുന്നതായ നമ്മുടെ പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പുതിയ ഇടത്തിലോട്ട് നമുക്ക് പോകാം. ഇതിപ്പം ഞാനിവിടെ നട്ടിരിക്കുന്നത് എൻ്റെ കുക്കുംബറാണ്. കുക്കുംബർ കൃഷിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളമിടുന്നതും ഒക്കെ കാണിച്ചിട്ടുള്ള നട്ട വീഡിയോയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല ഇഷ്ടം പോലെ ഡെയിലി വന്നിട്ട് നമുക്ക് വിളവെടുക്കാനുള്ള കുക്കുംബർ കിട്ടുന്നുണ്ട്. ഒരു 4-5 മൂട് കുക്കുംബർ നടുവാന്നുണ്ടെങ്കിൽ കണ്ടോ, എൻ്റെ അടിഭാഗം മുതലേ നമുക്ക് കുക്കുംബർ പിടിച്ച് എൻ്റെ ചുവട് മുതലേ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ റീൽസായിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുക്കുംബർ പിടിച്ചു കിടക്കുന്നത്. അപ്പം കണ്ടോ, സ്നോ വൈറ്റാണിത്. എന്ത് രസമെന്നറിയാമോ, നല്ല നമ്മളത് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല കരകരാന്നിരിക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നട്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 4-5 മൂട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് നടുവാന്നുണ്ടെങ്കിൽ ഡെയിലി വന്ന് നമുക്കിങ്ങനെ സലാഡിന് വേണ്ടിയിട്ട് നമുക്ക് സലാഡ് കുക്കുംബർ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ, കുഞ്ഞു പ്രായത്തിൽ കണ്ടോ. അതുപോലെ തന്നെ അന്ന് വളമിട്ടതാണ് ഇത്, ചുവട്ടിൽ നിന്നേ നല്ലതുപോലെ പടർന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചെടിക്ക് ഈ കുക്കുംബറിന് നമ്മൾ വളം കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയാമോ, ആ കയറിനകത്തോട്ട് നമ്മൾ കയറ്റി കൊടുക്കണം. എങ്കിലേ ഇത് നന്നായിട്ട് പടർന്ന് കയറി പോവുള്ളൂ കേട്ടോ. പിന്നെ ചിലർക്ക് ഒരു ഡൗട്ടുണ്ട്, ഇതിൻ്റെ പുറത്ത് മുള്ള് പോലെ ഒരു സാധനമുണ്ട്, അത് കഴിക്കാൻ കൊള്ളാവുന്നതാണോ, കാട്ടിപ്പിടിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, അത് എൻ്റെ ചെറുപ്രായത്തിൽ അതിൻ്റെ പുറത്ത് മുള്ള് പോലെയുള്ളതായ ഒരു സാധനമുണ്ട്. അത് വളർന്ന് വരുംതോറും അതങ്ങ് അടർന്നു പോകാറുമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് 3-4 ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഇത് സ്നോ വൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളറുണ്ട്, പിന്നെ ഗ്രീനിനകത്ത് ലൈനുള്ളതുണ്ട്. അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ മൂപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അരി മൂത്താൽ പിന്നെ ഒരു കഴിക്കാൻ രസം വരത്തില്ലല്ലോ. ആ പിഞ്ച് പരുവത്തിന് നമ്മളങ്ങ് പറിക്കണം. ഇവിടെ കുറച്ച് കോളിഫ്ലവർ ക്യാബേജാണ് നട്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും പൊതുവേ പറയാറുണ്ട് കോളിഫ്ലവർ ക്യാബേജും ഒക്കെ ഒന്ന് വളരാനായിട്ട് പുറകോട്ടാണ് എന്നുള്ളത്. അപ്പം ഇവിടെ അത് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും ഞാൻ കുറച്ച് ഒരു ഇലയൊക്കെ കൊടുത്തതിന് ശേഷം ഇച്ചിരൂടെയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇനി അതിനകത്ത് വളം കൊടുത്ത് വെട്ടിയെടുപ്പിക്കാൻ സമയമായി നിൽക്കുകയാണ് കേട്ടോ. എങ്കിൽ ഇപ്പം വളം കൊടുത്തെങ്കിൽ മാത്രമേ ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഹെഡൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നടാത്തവരുണ്ടെങ്കിൽ എളുപ്പം നട്ടോളുക. സമയം പോയിട്ടൊന്നുമില്ല, നമ്മളിപ്പം നട്ടാലും നമുക്ക് ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 8-10 മൂട് സാമ്പാർ അമര നട്ടിട്ടുണ്ട്. സാമ്പാർ അമര നമ്മൾ നട്ടു നോക്കണം. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ അമരയും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതായ സാമ്പാർ അമരയുടെയും വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് അങ്ങോട്ടൊന്ന് പിച്ചിയൊക്കെ ഒന്ന് തോരൻ വെക്കുകയെന്നുണ്ടെങ്കിലോ, അതിന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ചെറിയൊരു കയ്പ്പ് രസമൊക്കെ കാണും. പക്ഷേ എങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മളങ്ങോട്ട് നട്ടിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമര കണ്ടോ, ഈ ചുവട്ടിൽ നിന്ന് തന്നെ അങ്ങ് പിടിച്ചു വരിക. നോക്കി ഏറ്റവും അടിഭാഗത്തു നിന്ന് തന്നെ പിടിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനകത്ത് നല്ലതുപോലെ വളമൊക്കെ കൊടുത്ത് ചീനയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെട്ടിയെടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഇല കണ്ടിട്ട് ചിലർ പറയാറുണ്ട് കുരുടി നിൽക്കുന്നു. ഇതിൻ്റെ ഈ അമരയുടെ ഇല ഇങ്ങനെ നിൽക്കത്തുള്ളൂ കേട്ടോ.
ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വളഞ്ഞും പിളഞ്ഞും ഒക്കെ അത് നിൽക്കത്തുള്ളൂ. നന്നായിട്ട് നമ്മളൊരു കമ്പ് അതിന് കുത്തി കൊടുക്കണം. പിന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കെട്ടിയും കൂടെ കൊടുക്കണം. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടാണ് ഇതിൻ്റെ. ഒരു കാറ്റോ മഴയോ വന്നാൽ അത് നിലം പൊത്തും. അതുകൊണ്ട് അവർക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് നിർത്താമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വളർന്നു പൊക്കോളും. ഇപ്പോൾ ഇത്രയും നീളമുള്ളൊരു കമ്പ് അവിടം വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഇച്ചിരൂടെ ഒരു വലിയ കമ്പൂടെ കുത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് മേലോട്ട് പോയിക്കോളും. ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം കായും പൂവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്രൂണോയും ബ്രൗണിയൊക്കെ പോയപ്പോൾ അവരുടെ ചെയിൻ കൊണ്ടിട്ട് ഇതിൻ്റെ മണ്ട ഒടിഞ്ഞു പോയി. അപ്പോൾ ആ മണ്ട അത്രയും ഭാഗത്ത് തന്നെ അതിനകത്ത് ഇഷ്ടം പോലെ അമരയ്ക്കാണ് പിടിച്ചു വരുന്നത്. കണ്ടോ, ഒരു കൊലയിൽ തന്നെ എത്ര ആണെന്ന് നോക്കിയേ. പിന്നെ തൊട്ടപ്പുറത്തോട്ടൊക്കെ നട്ടിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈൻ മുഴുക്കെ അമരയാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലൈൻ മുഴുക്കെ ഞാൻ അമരയാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്കൊന്ന് 1-2 എണ്ണം പോയി. ഞാനത് എപ്പോഴും പറയുന്നതാണല്ലോ, നമ്മൾ 10 എണ്ണം നട്ടാലേ നമുക്കൊരു 8 എണ്ണം കിട്ടൂ എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അമരയുടെ വിളവെടുപ്പുമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് നടണം. എങ്കിൽ മാത്രമേ അമരയുടെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ തലപൊക്കി വരത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ എല്ലാം ഇടയ്ക്കെല്ലാം വഴുതന നട്ടിരിക്കുകയാണ്. ഇടയ്ക്കെല്ലാം വഴുതന നട്ടിട്ടുണ്ട്. അപ്പോൾ അമരയ്ക്ക് കൊടുത്തിരിക്കുന്നതായ കുറച്ച് വളമൊക്കെ അവരെടുത്തിട്ട് അവരും അങ്ങ് നന്നായി വന്നോളും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ വെണ്ടയ്ക്കയാണ് നട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇനി വെണ്ടയ്ക്ക കാണിക്കുന്നതാണല്ലോ എന്ന്. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടതായ പച്ചക്കറികൾ വെണ്ടയ്ക്ക, അമരയ്ക്ക, പച്ചമുളക്, പയർ, ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഒരു തലമുറ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത തലമുറയെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ പുറകോട്ട് നിൽക്കുന്ന കണ്ടാലും എൻ്റെ പഴയ വെണ്ടയ്ക്കാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതിനെല്ലാം വലിച്ചു മാറ്റിയിട്ട് ഇനി അതിനിടയ്ക്കെല്ലാം ഓരോന്നും നടണം. അതിനിടയ്ക്ക് ഞാൻ മുളക് തൈ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തലമുറയിലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം നല്ല ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് ആ ശിഖരത്തിനകത്തും നന്നായിട്ട് വെണ്ടയ്ക്ക പിടിച്ചു വരുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടൊക്കെ നോക്കാം, നല്ല പച്ച വെണ്ട, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെണ്ടയുണ്ടല്ലോ, അതേ ടൈപ്പ് നല്ല വലിപ്പമുള്ള വെണ്ടയാണ് കേട്ടോ. അപ്പം പുറകോട്ട് കുറേ വിളവെടുക്കാനായിട്ടൊക്കെ നിൽപ്പുണ്ട്. നല്ല ഫ്രഷായിട്ട് നമുക്ക് പച്ചക്കറി വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നടുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിന് വളം കൊടുക്കുക, മണ്ണടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഈ വെണ്ടയുണ്ടല്ലോ, നന്നായിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് അതിനകത്ത് നന്നായിട്ട് കായകൾ വരുന്നുണ്ട്. കണ്ടോ, ഇപ്പം വെണ്ട തന്നെ പലതരമുണ്ട്. ഇത് നല്ല അഞ്ചിത വെണ്ടയാണ്, ഇഷ്ടം പോലെ പിടിച്ചോളും, നല്ല പച്ച കളറാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. വെണ്ട എന്ന് പറയുന്നത് അഞ്ചിതയുണ്ട്, അർക്കാനാമികയുണ്ട്, കൊമ്പൻ വെണ്ട തന്നെ റെഡുണ്ട്, വൈറ്റുണ്ട്, ഗ്രീനുണ്ട്, പിന്നെ മരവെണ്ടയുണ്ട്, വർഷവെണ്ടയുണ്ട്. അങ്ങനെ കുറേ വെണ്ടകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ട് നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് നടുക. അതിൻ്റെ വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ദാണ്ടെ ഇവിടെ തക്കാളിയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത തലമുറയിലെ തക്കാളിയാണിത്. അതിനകത്തും പിടിക്കാനായിട്ട് തുടങ്ങി. ദാണ്ടെ കായകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തക്കാളി നട്ട് അതിൽ നിന്നെല്ലാം നമ്മളിങ്ങനെ വിളവെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കുന്നത്. ഈ ഇലകളെല്ലാം വന്ന് കാർന്ന് നിന്നുന്ന ഈ വെട്ടിലുകളാണ് കേട്ടോ, പച്ച വെട്ടിലുകൾ. കണ്ടോ, ഇനി അതിൻ്റെ കുഞ്ഞവിടെ വേറെ ഇരിപ്പുണ്ട്. കണ്ടോ ഇരിക്കുന്നുണ്ടോ, കണ്ടോ. ഇങ്ങനെ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ ഇലകളെയൊക്കെ അങ്ങ് നശിപ്പിച്ചങ്ങ് കളയും അങ്ങ്. ഇത് മരവെണ്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കിളിക്കുമെന്ന് നമ്മളങ്ങോട്ട് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേങ്കിൽ ആദ്യം നിൽക്കുന്ന കണ്ടപ്പം വിചാരിച്ചു ഇത് കുറച്ചങ്ങാണേ രക്ഷപ്പെടത്തോളന്നു. പക്ഷേങ്കിൽ അവരെല്ലാം അങ്ങ് രക്ഷപ്പെട്ടു വന്നു, കുറച്ചങ്ങ് അടുത്ത് പോയി. എന്നാലും അവരെല്ലാവരും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. കായൊക്കെ പിടിക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ചിലർ പറയും ഇതിന് കൊഴുപ്പ് കൂടുതലാണല്ലോ എന്ന്. കൊഴുപ്പ് കൂടുതൽ ചെറുതായിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ മെഴുക്ക് പുരട്ടുമ്പോഴോ തോരൻ വെക്കുമ്പോഴോ അതിനകത്ത് 1 സ്പൂൺ തൈരും കൂടെ അല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴുവഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. വെണ്ടയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. വെണ്ടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി കൊഴുപ്പുണ്ടായതുകൊണ്ട് ഇനി കൊളസ്ട്രോളൊക്കെ കൂടുമെന്ന് ചിലർ പറയും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന എന്ത് കഴിച്ചാലും നമുക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും കൂടുമൊന്നുമില്ല. പിന്നെ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ചിലതിനൊക്കെ ഷുഗറും ഒക്കെ കൂടുമെന്നൊക്കെ പറയും. എന്നാലും അത് ആവശ്യത്തിന് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക, മണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് കുറച്ച് വഴുതനയാണ്. ഒരു 10 മൂടോളം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ഹരിത വഴുതനയാണ് നട്ടിരിക്കുന്നത്. പച്ച നീളൻ വഴുതനയാണ്.
നന്നായിട്ട് പൂവും കായും ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വളമൊക്കെ വെട്ടിയടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മുടെ പഴയ വഴുതന നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്തും ഇപ്പോഴും ഇഷ്ടംപോലെ പിടിച്ചു വരുന്നുണ്ട്. ഇത് വയലറ്റ് നീളനാണ്. അപ്പം പല വെറൈറ്റികളുണ്ട് കേട്ടോ. വഴുതനയിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത്. അപ്പം ഏതെങ്കിലുമൊക്കെ നടുവെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ വഴുതനയ്ക്കകത്ത് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തണ്ടുപാട്ടം ഉണ്ടാവും, ഇലകളൊക്കെ വാടി നീക്കും. അതൊക്കെയാണ് ഒരു പ്രശ്നം. അപ്പോൾ അതിനകത്ത് ഇടയ്ക്കൊക്കെ നമ്മൾ സുഡോമോണസ് കലക്കി ഒഴിക്കുക. പിന്നെ വിവേറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്യുക. പിന്നെ തണ്ടൊക്കെ വാടി നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ പുഴുവായിരിക്കും. അപ്പം മണ്ട നമ്മളങ്ങ് ഒടിച്ചു കളയുക. അപ്പോൾ ഇതിനകത്ത് കണ്ട പൂവും കായും ഒക്കെ മണ്ട വരെയും വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ വളം കൊടുക്കുക. നമ്മൾ വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്കം, നമ്മുടെ ജൈവ സ്ലറി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ സ്ലറികളും നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പച്ച ഗ്രോ ബാഗ് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്രോ ബാഗ് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഗ്രോ ബാഗാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ കുക്കുംബറിൻ്റെ കൃഷിയിൽ വിത്തുകൾ പാകിയത് ആണ് ഈ നന്നായിട്ട് വളർന്നു വരുന്നത്. അപ്പം വിത്തുകൾ കിളിക്കുന്നില്ല എന്നൊക്കെ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ആ വിത്തുകൾ തന്നെയാണ് ഇവിടെയും ഞാൻ പാകുന്നത്. അതുപോലെ തക്കാളി തൈകൾ ഇതെല്ലാം നമ്മുടെ വിത്തുകൾ തന്നെ ഒരു സാമ്പിൾ എടുത്തിട്ട് ഒന്ന് പാകി നോക്കുന്നതാണ് കേട്ടോ. പാകിയിട്ട് ഞാനതിങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഒരു 10 മൂടോളം ഗ്രോ ബാഗിനകത്ത് 2 എണ്ണം വെച്ചാണ് നട്ടിരിക്കുന്നത്. ഒന്ന് പോകാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതെൻ്റെ പച്ചമുളക് കൃഷിയാണ്. ഈ കൃഷി ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ മുളകാണ് അതിനകത്ത് പിടിച്ചു വരുന്നത്. അതിനകത്തുള്ള വളപ്രയോഗങ്ങളും അതിനകത്തിട്ട ഇലയും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മുളക് കൃഷി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതുപോലൊക്കെ കൃഷി ചെയ്യണം കേട്ടോ. കണ്ടോ നിൽക്കുന്നുണ്ടോ? ആ പഴുത്തേനെയൊക്കെ ഇനി പറിച്ചെടുക്കണം. പുതിയത് ഇങ്ങ് മണ്ട വരെയും കണ്ടോ വന്നുകൊണ്ടിരിക്കുവാണേ. ഒരു 7 മൂട ഞാൻ നട്ടിട്ടുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഇഷ്ടം പോലെ പച്ചമുളക് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് സിമെൻറ്റ് ചാക്കിനകത്താണ് നട്ടിരിക്കുന്നത്. ഇത് ഞാൻ സിമെൻറ്റ് ചാക്കിനകത്ത് നട്ടിരിക്കുന്ന കുറച്ച് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നമ്മുടെ ഈ ചാക്ക് നിൽക്കത്തില്ല കേട്ടോ. എന്നാൽ 2 കൃഷിയൊക്കെ ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ അതങ്ങ് പൊടിഞ്ഞങ്ങ് പോവും. എന്നാലും കുറച്ച് കാലം കൃഷി ചെയ്യാം. എന്നാലും നമുക്ക് അത്ര നമ്മുടെ പറമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയ ചന്തമായിട്ട് തോന്നത്തില്ല. അപ്പം ഗ്രോ ബാഗൊക്കെ നിരത്തി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ചന്തമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കുറേ കാലം നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം ഈട് നിൽക്കുന്ന ഗ്രോ ബാഗാണ്. അപ്പം കുറേ നാൾ കൃഷി ചെയ്യാമല്ലോ. അപ്പം നമ്മൾ പൈസ കൊടുത്താൽ അത് നമുക്ക് വർത്തായിരിക്കണം. ഇതെല്ലാം നന്നായിട്ട് വളർന്നു വരുന്ന എൻ്റെ മുളകുകളാണ് കണ്ടോ. ഏറ്റവും അടിഭാഗത്തുനിന്നേ മുളക് കുളിച്ച് വരും കണ്ടോ. അപ്പം ആദ്യത്തെ മുളകൊന്നും നുള്ളിക്കളയേണ്ട യാതൊരു കാര്യമില്ല. ഒന്നിനകത്തും വരുന്നത് അങ്ങനെ ഞാൻ നുള്ളിക്കളയാറില്ല കേട്ടോ. ചെറുതാണെങ്കിലും പിടിക്കട്ടെ എന്ന് കരുതും. ഇത് നല്ല അടിപൊളി മുളക് കണ്ടോ. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂട് ഡ്രാഗൺ ഫ്രൂട്ട് എങ്കിലും നടണമെന്നുള്ളത്. പിന്നെ അത് 2 എണ്ണമെങ്കിലും നട്ടാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമായി. പക്ഷേ എങ്കിലും ഇപ്പം നമ്മളിവിടെ 15 മൂട് എൻ്റെ അച്ഛൻ എനിക്ക് നട്ട് തന്നിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടാണ് നട്ടിരിക്കുന്നത്. നമ്മൾ ആളിനെ നിർത്തി ചെയ്യിച്ചാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ PVC പൈപ്പ് കുഴിച്ചിട്ടതിന് ശേഷം അതിനകത്താണ് 4 തൈകൾ വീതം നട്ടിരിക്കുന്നത്. അപ്പം മേളിൽ ടയറൊക്കെ ഇടാനായിട്ട് ഉള്ള കമ്പിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ടയറും കൊണ്ടുവച്ചിട്ടുണ്ട്, അതിനെ ഇടണം. അപ്പം ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് നമ്മുടെ മതിലിൻ്റെ മതിലിൽ നിന്ന് ഇത്ര സ്ഥലം ഒരു 1.5 മീറ്റർ വിട്ടിട്ട് പൈപ്പ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഒരു സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. അപ്പം കുഴിച്ചിട്ടിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. കിളിച്ച് വരാനായിട്ടില്ല. എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ നട്ടത് തന്നെ നല്ലൊരു സമയമായിരുന്നു കേട്ടോ. ആവശ്യത്തിന് മഴയും വെയിലും ഒക്കെ കിട്ടുന്നതായ ഒരു സമയമാണ്. അപ്പം നന്നായിട്ട് വരും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് നമുക്കത്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ മൂട്ടിൽ 4 തൈകൾ വീതമാണ്. ഈ പൈപ്പ് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുകളിലോട്ട് വളരും തോറും നമ്മൾ ചെറുതായിട്ട് കെട്ടി കൊടുക്കണം. പിന്നെ അവിടെ ചെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളിത് ആദ്യമായിട്ട് നടന്നുകൊണ്ട് നമുക്കൊരു അതിശയമേ ഉള്ളൂ. അപ്പം ഈ ഡ്രാഗണിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകാലെ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കാണെങ്കിൽ ഇഷ്ടമല്ല ഈ ഡ്രാഗണിൻ്റെ ടേസ്റ്റ്. ഒരു വികാരവും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണെന്ന് മിക്കവരും പറയാറുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എവിടെ പോയാലും ഞാൻ പറയും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു. അച്ഛൻ അങ്ങനെ 1-2 കിലോ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തരാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി സംഭവം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇഷ്ടമുള്ള സംഭവം നമ്മൾ നട്ടുപിടിപ്പിക്കണമല്ലോ. അപ്പം നമ്മൾ കുറേ ഫ്രൂട്ട്സുകൾ
ഒക്കെ നടാറുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ പിടിച്ചു വരുമ്പോഴത്തേക്ക് പുളിരസം, ഒത്തിരി നാരകൻ ടൈപ്പൊക്കെ നട്ടിട്ടുണ്ട്. അതെല്ലാം പുളിരസമാണ്. എന്നാലും നമുക്ക് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അങ്ങനെ 2 എണ്ണം വേണമെന്ന് ആഗ്രഹിച്ച് ഒരു 15 മൂട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ കാ പിടിച്ച് കിടക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്തോ നട്ടാലും എന്തോ കാണണം, നമ്മളൊരു സ്വപ്നം കൂടെ കാണണം. പച്ചക്കറി നട്ടാലും എന്തോ നട്ടാലും. ഇനി നമ്മൾ ആ അപ്പുറത്ത് വടക്കേ അറ്റത്തോട്ട് കുറച്ച് വേറെ കാര്യം കൂടെ നട്ടിട്ടുണ്ട്, അതുകൂടെ കാണാം. പിന്നെ ഒരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ കുരുമുളക് നട്ടു. അതും PVC പൈപ്പിലാണ്. ഇപ്പം കുറേ പേര് PVC പൈപ്പിലൊക്കെ ഇങ്ങനെ കുരുമുളക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് കണ്ട് നമ്മളും ഒന്ന് ചെയ്യാൻ നോക്കി. സക്സസ് ആവുമെന്ന് നോക്കട്ടെ. അപ്പം അതിൻ്റെ വള്ളി വീശുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടി കെട്ടി മുകളിലോട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കാം. കുറേ പേര് നല്ലതാണെന്ന് പറയുന്നുണ്ട്, കുറേ പേര് കൊള്ളത്തില്ല എന്നും പറയുന്നുണ്ട്. എന്നാലും നമ്മൾ അതിനെ നോക്കുന്നതിനനുസരിച്ചിരിക്കും. എന്ത് ചെയ്താലും അവരെ നമ്മളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇവിടെ നിന്നതായ കുറേ മരങ്ങൾ, പാഴ്മരങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ മരങ്ങൾ, മഹാഗണി, അപ്പോൾ അതൊന്നും കൊടുത്താലൊന്നും നിർത്തിയാലൊന്നും വിലയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ കുറേ അങ്ങ് കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു. ഇപ്പം മാങ്ങയൊന്നും പറിക്കാൻ ആരുമില്ല. അത് എല്ലാം വവ്വാലടിച്ച് ഇങ്ങനെ താഴെ ഇടുമായിരുന്നു. അപ്പം ആ മാവൊക്കെ എടുത്തു, അതിൻ്റെ കുറ്റിയെല്ലാം ഇവിടെ നിന്നങ്ങ് മാറ്റി ഇവിടെ എല്ലാം കിളച്ച് നല്ല വൃത്തിയാക്കി. ഇവിടെ മഞ്ഞളുണ്ടായിരുന്നു, കൂവയുണ്ടായിരുന്നു, അങ്ങ് വരെ കൃഷികളായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നട്ടേക്കുന്ന ഒരു 20 മൂട് പെപ്പർ തെക്കനാണ് നട്ടിരിക്കുന്നത്. പെപ്പർ തെക്കൻ 2 എന്ന് പറയുന്നതായ കുരുമുളക് തൈയാണ് 20 മൂട് നട്ടിരിക്കുന്നത്. 10 മതിയെന്ന് കരുതി അതിന് 15 ആക്കി. പിന്നെ അത് സ്ഥലം കിടക്കുന്നുണ്ട്, പിന്നെ ഒരു 5 കൂടെ ആക്കി 20 തൂണിങ്ങനെ നാട്ടിയിട്ടുണ്ട്. അതും എന്തായി വരുമെന്ന് നമുക്ക് പുറകാലെ കാണാം. ഇവിടെയൊക്കെ പണ്ടേ ഉള്ള പറങ്കിമാവ് ഉണ്ടായിരുന്നു. ഇപ്പം പറങ്കിമാവെല്ലാം വെട്ടിക്കളഞ്ഞു. മഹാഗണി ഉണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പഴയ പ്ലാവ് ഉണ്ടായിരുന്നു, പിടിക്കാതെ നിൽക്കുന്ന പ്ലാവുകളുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി ഈ തറയെല്ലാം ഒന്ന് നിരപ്പാക്കി. തുടങ്ങിയതേ ഉള്ളൂ, കിളയിലും നിരപ്പാക്കലും തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് മഴയായതുകൊണ്ട് ജോലിക്കാരില്ലാത്തത്. അപ്പം ഇനി എന്ന് പറഞ്ഞാൽ ഓരോന്നും പ്രത്യേകം നമ്മൾ തറ തിരിച്ച് പ്രത്യേകം നമ്മൾ ഇഷ്ടിക അങ്ങനെയൊന്നും വെക്കുന്നില്ല. ഓരോ കോളത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിക്കുക. കുറേ ടൈപ്പിലെ കമ്പുകളുണ്ട്, മരച്ചീനി കമ്പുകളുണ്ട്. അപ്പം അത് ഒരു 25 മൂട് വീതം അങ്ങനെ നടണം. അങ്ങനെ പിന്നെ ഇഞ്ചി, മഞ്ഞൾ, കൂവ, ഇങ്ങനെ ഓരോന്നും നമുക്ക് നടണം. പിന്നെ പച്ചക്കറികൾ നടണം. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനും പദ്ധതിയൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എത്രത്തോളം എല്ലാം നടക്കുമെന്നൊക്കെ നോക്കിക്കാണാം നമുക്ക്. ഇത് കണ്ടില്ലേ, നമ്മുടെ പറമ്പിൽ നിന്ന് മരത്തിൻ്റെ എല്ലാം കുറ്റി എടുത്തിരിക്കുകയാണ്. കുറ്റി എടുത്ത് ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുറ്റിയെല്ലാം എടുത്തു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറ്റി ഇരിക്കുമ്പോൾ നമുക്കൊരു അഭംഗിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ കുറ്റിയെല്ലാം എടുത്തിട്ട് പലരോടും ചോദിച്ചു ഇങ്ങനെ കുറ്റി വേണമെന്നൊക്കെ. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈ കുറ്റിയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആരും അതിനൊന്നും മെനക്കെടാറില്ലെന്ന് തോന്നുന്നു. പലരോടും ചോദിച്ചു വേണമെന്ന്. നമ്മുടെ അയ്യത്തിൽ നിന്നങ്ങ് പോയി കിട്ടിയ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് ഇപ്പം നട്ടിരിക്കുന്നതാണ്, റംബുട്ടാനാണ്, റെഡ് കളറാണ്, NIT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല. പൊക്കം വെച്ചാലും നമ്മൾ തലപ്പ് ഇങ്ങനെ വെട്ടി കൊടുത്താൽ നല്ല ബുഷിയായിട്ടൊക്കെ കിടക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണം നട്ടിട്ടുണ്ട്. വേറെ പലയിടത്തായിട്ട് വേറെ 3-4 എണ്ണമൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിനകത്ത് കാ പിടിച്ചു, ഒന്നൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇനി എല്ലാവരോടും ഒരുമിച്ച് വരുമ്പം എല്ലാവരോടും ഒരുമിച്ച് കാ പിടിക്കുമായിരിക്കും. അപ്പം എന്തായാലും ഒരു 4 എണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാം നമ്മൾ ഓരോന്ന് കൊണ്ട് നടാനായിട്ട് എനിക്ക് കുറച്ച് പ്ലാവ് നടണമെന്നുണ്ട്. വിയറ്റ്നാം എയർലി പ്ലാവും അതുപോലെ തന്നെ J33 എന്ന് പറയുന്നതായ ഒരു പ്ലാവും ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നട്ടാൽ കൊള്ളാം എന്നുണ്ട്. അതിന് കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അതും നടണം. നല്ല തൈകൾ വരുമ്പോൾ അതും വാങ്ങിച്ച് നടണം. ഇവിടെ എല്ലാം കൂവാൻ മഞ്ഞൾ, നമ്മുടെ മാങ്ങായിഞ്ചി, കസ്തൂരി മഞ്ഞൾ എല്ലാം കിടന്ന സ്ഥലമായിരുന്നു. എല്ലാം കിളച്ചെടുത്തു. അപ്പം അതിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂവപ്പൊടി, അതേപോലെ തന്നെ മരച്ചീനി ഉണങ്ങിയത്, അതേപോലെ തന്നെ മാങ്ങായിഞ്ചി, കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പരും താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ ചെയ്താലും ഒരു പന്തലാണ് പ്രശ്നം. പന്തൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും കമ്പൊക്കെ വെട്ടി വെക്കും. അത് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ചെതൽ കൊണ്ടും 1000 രൂപയൊക്കെ കൊടുക്കണം. നമ്മളൊരു 2-3 പന്തലൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം രണ്ടും കൽപ്പിച്ച് എന്തെന്ന് അറിയാമോ, 2-3 പന്തൽ അങ്ങ് കെട്ടി അത് നമ്മുടെ കമ്പി വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഊരി മാറ്റാം. ആ രീതിയിലാണ് 1.5 അടി താഴ്ചയിൽ. കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല.
താഴ്ചയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു. പിന്നെ ഈ കമ്പി നമുക്ക് ഒരു കമ്പിയിലോട്ട് ഇങ്ങനെ കൊരുത്തിട്ടിരിക്കുന്നതാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊക്കിയെടുക്കാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊക്കിയെടുക്കാനും ഒന്നും പോകുന്നില്ല, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. അതല്ല നമുക്ക് എപ്പോഴെങ്കിലും അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും 3 കാളായിട്ടാണ്. ഇപ്പം പയർ പടർത്താം, കോവൽ പടർത്താം, പാവൽ പടർത്താം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പടർത്താം. അതിനകത്ത് 3 ടൈപ്പ് പടർത്താം. അതേപോലെ തന്നെ അപ്പുറവും അടിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തുണ്ട് ഒരടി ഇങ്ങനെ കാലുണ്ട്, ഒരടി ഭാഗമുണ്ട്. അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി വെച്ചിരുന്നത് ഇങ്ങനെ അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉയർത്തി നമുക്കങ്ങ് മാറ്റാം. അതിനെ കമ്പിയിലൊക്കെ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് വെക്കണം. അന്നേരം അടിക്കാൻ പറ്റില്ല, ഇനി അടിക്കണം, തുരുമ്പ് പിടിക്കുമല്ലെന്നുണ്ടെങ്കിൽ. പെയിൻ്റൊക്കെ അടിച്ച് പ്രൈമറും അടിച്ച് പെയിൻറ്റും അടിച്ചിടാന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ അങ്ങ് നിന്നോളും. പിന്നെ നമ്മളിനി പന്തലിനെ കുറിച്ച് തേടി അടക്കേണ്ട കാര്യമില്ല, എന്ത് വേണമെങ്കിലും പടർത്താം. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിനകത്ത് പല ടൈപ്പിലുള്ളതായ പയറുകൾ നടാം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരെണ്ണമുണ്ട് കോവൽ നടാനായിട്ട്. അപ്പോൾ ഇത്ര നാളും കൊണ്ട് ഞാൻ പറയുന്നത് ഈ കമ്പും കൊണ്ട് ഇങ്ങനെ കിടന്ന് പന്തലുണ്ടാക്കാൻ നിൽക്കാതെ എന്തെങ്കിലും പണി. ഇപ്പോൾ നമ്മൾ ഒരു ചാണകക്കൂട് പണിഞ്ഞായിരുന്നു, അപ്പോൾ അതിൻ്റെ കമ്പികളൊക്കെ ഉണ്ടായിരുന്നു, ഇതിനും കൂടെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ പന്തലുമായി, ചാണകക്കൂടുമായി, അങ്ങനെ കുറച്ച് ഡ്രാഗണുമായി, നമ്മുടെ കുരുമുളകുമായി, അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പറമ്പിൽ ഇനി കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം. എല്ലാമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പറമ്പ് എത്ര വൃത്തിയാക്കിയാലും പുല്ലാണ്. ഒട്ടും നമുക്ക് ജോലി ഭാരം എന്ന് പറയുന്നത്, ഭയങ്കര ജോലിയാണ്. അപ്പം കുറച്ച് ഷീറ്റും കൂടെ ഒക്കെ വിരിച്ചിടുകയെന്നുണ്ടെങ്കിൽ പോച്ചവർപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ. ഇനിയും കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്, ഒരു സൈഡിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പറമ്പിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറമ്പ് ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നത് നിങ്ങളും ഇതേപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യണം, വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരികയാണ്. അപ്പം മിനി കുറേ കൃഷി ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ള ആ ചിന്തയൊക്കെ അങ്ങ് മാറ്റിയിട്ട് എല്ലാവരും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും, അതേപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, കൂവ, കസ്തൂരി മഞ്ഞൾ, കൂവപ്പൊടി, പൊന്നാങ്കണ്ണി ചീര, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.